വന്നോളൂ, നമുക്കൊരു കേരള പിറവി സ്പെഷ്യൽ ജേണൽ ചെയ്താലോ? ഒരുപാടൊന്നുമില്ലെങ്കിലും ചെറിയ രീതിക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ വിചാരിച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച് ചെയ്യാമെന്ന്. പക്ഷേ അങ്ങനെ സ്റ്റിക്കേഴ്സ് ഒന്നും എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് മൊത്തം വരച്ച് തന്നെ നമുക്ക് ജേണൽ ചെയ്യാം. ഇന്ന് കേരള പിറവി മാത്രമല്ലല്ലോ, പുതിയൊരു മാസം കൂടി സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ടുള്ള എന്ത് ഐഡിയ ആണ് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പിൻട്രസ്റ്റിൽ ഇങ്ങനെ കുറേ ഇലകൾ ചേർന്നിട്ട് ഒരു നല്ലൊരു അടിപൊളി ജേണൽ കണ്ടത്. ആ കണ്ടതിൻ്റെ 7 അയലത്ത് വന്നില്ലെങ്കിലും എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ചൊക്കെ ഉടായ്പകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ ഒരു ബോക്സ് വെച്ച് അതിന് ചുറ്റും കുറച്ച് ഇലകൾ വരച്ചു കൊടുക്കുക, അത് കളർ ചെയ്തെടുക്കുക. എന്നിട്ട് ബുക്കിന് മറ്റേ സൈഡിൽ ഇതുപോലെ വലിയ വലിയ ഇലകൾ വരച്ച് കളർ ചെയ്തെടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുക്കാൽ പണിയും കഴിയും. നേരത്തെ പറഞ്ഞില്ലേ, പുതിയ മാസം കൂടി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ആ നവംബർ മാസത്തിൻ്റെ കലണ്ടറും കൂടി വരച്ചു കൊടുത്തു. പിന്നെ ജേണൽ ഒരിക്കലും ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. മലയാളത്തിൽ ഇന്ന് എഴുതിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനി എഴുതാൻ പോണേ? ഇത്രയും എഴുതിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇന്നിവിടെ കഴിഞ്ഞു. പിന്നെ ഈ ജേണൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കാൻ മറക്കരുത്. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഇഷ്ടമായാൽ അങ്ങോട്ട് ചെയ്തേക്കുക. എന്നാൽ ശരി, ടാറ്റാ.